നമസ്കാരം എല്ലാവർക്കും, വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, ഞാൻ ഒരുപാട് ഡിലേ ചെയ്യുന്നില്ല. ഓക്കെ, ഞാൻ റീഡിങ് ആദ്യം പെൻഡുലം വെച്ചിട്ട് നിങ്ങൾക്ക് യെസ് എന്നോ നോക്കാൻ പോവാണ്. ഓക്കെ, ഒരു 2 ക്വസ്റ്റ്യൻ എടുക്കാം. ഓക്കെ, 2 ക്വസ്റ്റ്യൻ ആയിട്ട് എടുക്കാം. അതിന് ആൻസേഴ്സ് ഞാൻ ആൻഡ് ഇതിൻ്റെ ബാക്കി നമുക്ക് ക്ലാരിഫിക്കേഷൻ ബുക്ക് ഓഫ് ആൻസേഴ്സ് നോക്കാം. ഓക്കെ, 2 ക്വസ്റ്റ്യൻ ഒന്നിച്ചെന്നെ നോക്കാം. സോറി, ഒന്ന് നോക്കാം, അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ആൻസർ എടുക്കാം, ആൻഡ് ദെൻ അഗൈൻ രണ്ടാമത്തത്. ഓക്കെ, സോ ഒരുപാട് ഡിലേ ചെയ്യുന്നില്ല, കാരണം ഇതിന് തന്നെ സമയം എടുക്കും ചിലപ്പോൾ. ഓക്കെ, നിങ്ങളുടെ ക്വസ്റ്റ്യൻ ചിന്തിച്ചോളൂ, ഒന്ന് പോസ് ചെയ്ത് വെച്ചോളൂ കേട്ടോ, കാരണം ഞാൻ അങ്ങനെ ഡിലേ ചെയ്യുന്നില്ല, അതുകൊണ്ടാണ്. ഓക്കെ, നിങ്ങൾ പോസ് ചെയ്ത് വെച്ച് നിങ്ങളുടെ ക്വസ്റ്റ്യൻ ആലോചിക്കാം. ഓക്കെ, ആ ക്വസ്റ്റ്യൻ 2-3 തവണ നിങ്ങൾ മൈൻഡിൽ റിപ്പീറ്റ് ചെയ്യാം. നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ യെസ് എന്നോ ആയിരിക്കണം ആൻസർ വരുന്നത്, അതിനനുസരിച്ച് ചോദിക്കാം. ഓക്കെ, സിംഗിൾ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാൻ ശ്രമിക്കുക, മൾട്ടിപ്പിൾ ഓപ്ഷൻ പറയരുത് കേട്ടോ. ഓക്കെ, ആദ്യത്തെ ക്വസ്റ്റ്യൻ, നിങ്ങൾ പോസ് ചെയ്ത് വെച്ച് വേണമെങ്കിൽ ആദ്യം സ്റ്റാർട്ട് ചെയ്തോളൂ. ഓക്കെ, ആദ്യത്തെ ക്വസ്റ്റ്യൻ ചോദിച്ച വ്യൂവേഴ്സിന് യെസ് ആണോ നോ ആണോ ആൻസർ വരുന്നത്? ഓക്കെ, വ്യൂവേഴ്സിന് യെസ് ഓർ നോ, അവർക്ക് എന്താണ് ആൻസർ കൊടുക്കുന്നത്? ഫസ്റ്റ് ക്വസ്റ്റ്യന് ഓക്കെ, ഒരു യെസ് ആണ് വരുന്നത്. വെരി നൈസ്. വലിയ കൺഫ്യൂഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല, നേരെ എസ് എൽക്ക് തന്നെ വന്നിരിക്കുന്നത്. സോ യെസ് ആണ് ഇവിടെ ആൻസർ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ച ആൾക്കാർക്ക് നിങ്ങളുടെ ക്വസ്റ്റ്യന് യെസ് ആണ്. നിങ്ങൾ എന്താണോ ചോദിച്ചത്, പേഴ്സണിന് നിങ്ങളോട് സ്നേഹമുണ്ടോ, അവർക്ക് നിങ്ങളെ മീറ്റ് ചെയ്യോ, മെസ്സേജ് ചെയ്യോ, നിങ്ങൾ തമ്മിൽ മാരേജ് നടക്കുമോ, അല്ലെങ്കിൽ കമ്മിറ്റ്മെൻ്റ് ആണോ, അവർ നിങ്ങളോട് കമ്മിറ്റഡ് ആണോ, എന്ത് തന്നെ നിങ്ങളോട് ചോദിച്ചിട്ടുണ്ടെങ്കിലും നിങ്ങൾ ആൻസർ യെസ് ആണ്. ഓക്കെ, നെഗറ്റീവ് ക്വസ്റ്റ്യൻസ് ഐ ഹോപ്പ് നിങ്ങൾ ചോദിച്ചിട്ടുണ്ടാവില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, സോറി, തേർഡ് പാർട്ടി ഉണ്ടോ എന്നൊക്കെ നിങ്ങൾ ചോദിച്ചിട്ടുണ്ടെങ്കിലും യെസ് ആണ് ആൻസർ. ഓക്കെ, സോ നെഗറ്റീവ് ചോദിച്ചിട്ടുണ്ടാവില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, പോസിറ്റീവായിട്ട് ചോദിച്ച എല്ലാവർക്കും ഒരു നല്ല പോസിറ്റീവ് യെസ് ആണ്. ഓക്കെ, നമുക്കിതിൻ്റെ ജസ്റ്റ് ഒരു ക്ലാരിഫിക്കേഷൻ, നിങ്ങൾക്ക് വേണ്ട എന്തെങ്കിലും മെസ്സേജസ് യൂണിവേഴ്സ് നമുക്ക് എടുക്കാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചതിന് ഞാൻ വളരെ ലേറ്റായി റെക്കോർഡ് ചെയ്യണം, അതുകൊണ്ട് കുറച്ച് ഫാസ്റ്റായി ചെയ്യാൻ നോക്കുന്നത്, കാരണം എനിക്കിനി ഇത് അപ്ലോഡ് ചെയ്ത് റെഡിയാക്കാൻ സമയമെടുക്കും. ഓക്കെ, ആദ്യത്തെ ക്വസ്റ്റ്യന് വ്യൂവേഴ്സിന് ഒരു അഡ്വൈസ് എന്താണ്? ദ ജിപ്സി സീസ് ദ ഇമേജ് ഓഫ് എ ഹെൽമെറ്റ്, ഡോണ്ട് ഗിവ് അപ്പ് നൗ. ഓക്കെ, നിങ്ങളോട് പറയുന്നത് ഗിവ് അപ്പ് ചെയ്യരുത്, ഗിവ് അപ്പ് ചെയ്യേണ്ട, ഈ സിറ്റുവേഷൻ ബെറ്റർ ആവും, അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ലതാണ്. ഓക്കെ, ഇതിൽ ഗിവ് അപ്പ് ചെയ്യേണ്ട. ഓക്കെ, നിങ്ങളുടെ മനസ്സിൽ പേഴ്സണിന് സ്നേഹമില്ലാന്നോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടോ, ഞാൻ മൂവ് ഓൺ ചെയ്യണോ വേണ്ടേ, ഇത് റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്യണോ എന്നൊക്കെ നിങ്ങളുടെ മനസ്സിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ യൂണിവേഴ്സ് പറയുന്ന ഗിവ് അപ്പ് ചെയ്യേണ്ട. ഓക്കെ, പേഴ്സൺ ഇപ്പോൾ നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നില്ല, സംസാരിക്കുന്നില്ല, തുറന്നു പറയുന്നില്ല, അങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ബെറ്റർ ആവും, ശരിയാവും. ഓക്കെ, നിങ്ങളോട് തൽക്കാലം ഗിവ് അപ്പ് ചെയ്യേണ്ട എന്നാണ് പറയുന്നത്. ഓക്കെ, തൽക്കാലം ഗിവ് അപ്പ് ചെയ്യേണ്ട, കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യുക, ക്ഷമയോടെ വെയിറ്റ് ചെയ്യുക, കാര്യങ്ങൾ ബെറ്റർ ആവും എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഒരു ആൻസർ കൂടി നോക്കാം, 2-3 എടുക്കാം. ഓക്കെ, ദ ലെറ്റർ ജി. ഓക്കെ, നിങ്ങളുടെ പേരിലോ നിങ്ങളുടെ പേഴ്സൻ്റെ പേരിലോ ലെറ്റർ ജി ഉണ്ടാവാം. ഓക്കെ, പ്രോമിനൻ്റ് ആയിട്ട് നമുക്ക് വന്ന സ്ഥിതിക്ക് ജി പറയാം. ഓക്കെ, ഇതെല്ലാവർക്കും ഉള്ളത് തന്നെയാണ്, പക്ഷെ ചിലവർക്ക് സ്പെസിഫിക് ആയിട്ട് ഒരു മെസ്സേജ് സ്പീക്സ് ഓഫ് എറോട്ടിക് അഡ്വെഞ്ചേഴ്സ്. ഓക്കെ, നിങ്ങൾ തമ്മിലൊരു മീറ്റിങ്ങിനുള്ള ചാൻസ് ആണ്. ഓക്കെ, ബാക്കി പറയണ്ടല്ലോ. ഓക്കെ, നിങ്ങൾ തമ്മിലുള്ള ഒരു മീറ്റിംഗ് ചാൻസ്, അത് പ്രത്യേകിച്ച് നിങ്ങൾ ലെറ്റർ ജി ഉള്ളവർക്ക് ഒരു സ്പെസിഫിക് മെസ്സേജ് ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ തമ്മിൽ റൊമാൻറ്റിക് ഒരു മീറ്റിങ്ങിനുള്ള പോസിബിലിറ്റി ആണ്. ഓക്കെ, സന്തോഷമുണ്ടാവും ചിലർക്കൊക്കെ. ഓക്കെ, ഓക്കെ, നമുക്ക് ഒരു മെസ്സേജ് കൂടി എടുത്തേക്കാം. ഓക്കെ, യൂണിവേഴ്സ് എന്താ പറയുന്നത്? അഗെയിൻ ഒരു ലെറ്റർ കൂടി യൂണിവേഴ്സ് തന്നിട്ടുണ്ട്. വെരി നൈസ്. എൽ. One with the initial L believes in you. Okay, wow.
എൽ എന്ന ലെറ്റർ നിങ്ങളുടെ പേഴ്സൻ്റെ ആയിരിക്കും. ഓക്കെ, ഇത് പറയുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ ആണ്. ഓക്കെ, പേഴ്സൻ്റെ ലെറ്ററിൽ ഇനീഷ്യൽ എവിടെയെങ്കിലും എൽ ഉണ്ടെങ്കിൽ, ലൈക്ക് അവർ ഫസ്റ്റ് നെയിമിലാവാം ലാസ്റ്റ് നെയിമിലാവാം എവിടെയോ ആയിക്കോട്ടെ, എൽ എന്ന ലെറ്റർ ഉണ്ടെങ്കിൽ അവർ നിങ്ങളെ ട്രസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. അവർക്ക് നിങ്ങളുടെ സ്നേഹത്തിൽ അവർക്കറിയാം നിങ്ങൾ അവരെ സ്നേഹിക്കുന്നുണ്ടെന്ന്, അവർക്ക് നിങ്ങളെ ബിലീഫ് ഉണ്ട്, നിങ്ങളെ ട്രസ്റ്റ് ഉണ്ട്. ഓക്കെ, നിങ്ങളുമായിട്ട് ലൈക്ക് അവർ നിങ്ങളെ ട്രസ്റ്റ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾ ബിലീഫ് അത് മാത്രമല്ല, ഐ തിങ്ക് ഇത് വളരെ ഡീപ്പായിട്ടുള്ള ഒരു കണക്ഷനാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. നിങ്ങളെ അത്രയും വിശ്വാസം എന്നൊക്കെ പറയില്ലേ, അങ്ങനെ ഉണ്ട് അവർക്ക്. ഓക്കെ, എന്തെങ്കിലും ഒരു മെസ്സേജ് കൂടി എടുത്തേക്കാം ഇവിടെ അല്ലേ. 2 മെസ്സേജ് നമുക്ക് G and L ലെറ്റർ സ്പെസിഫിക് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഒന്നുകൂടി ലാസ്റ്റ്. വാവ്, ദ നമ്പർ 2 ഫോർടെൽസ് ആൻ ആൻസർ ത്രൂ എ ടെലിഫോൺ കോൾ. ഓക്കെ, നിങ്ങൾക്ക് കോൾ വരും, മെസ്സേജ് വരും എന്നാ പറയുന്നത്. ഓക്കെ, നമ്പർ 2 ഉണ്ട് ഇവിടെ. സോ ലൈക്ക് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് 2 ആവാം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ മീറ്റ് ചെയ്ത ഡേറ്റ്സ് എന്തെങ്കിലും 2 ആയിരിക്കാം. എന്തെങ്കിലും 2 ആയിട്ട് നിങ്ങൾക്ക് വളരെ കണക്ഷൻ ഉണ്ടാവാം. ഓക്കെ, നിങ്ങളുടെ ഫേവറേറ്റ് നമ്പർ, നിങ്ങളുടെ പേഴ്സൻ്റെ ഫേവറേറ്റ് നമ്പർ. ഓക്കെ, അങ്ങനെ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടാവാം. അല്ലെങ്കിൽ 2 എന്ന് പറയുമ്പോൾ നമുക്ക് 2 days എന്നെടുക്കാം, നമുക്ക് 2 ദിവസത്തിൽ എന്ന് പറയാം. ഓക്കെ, 2 എന്ന് പറയുമ്പോൾ നമ്മൾ യൂണിയൻ എന്ന രീതിക്കും എടുക്കാം നമുക്ക്. ഓക്കെ, നിങ്ങൾ തമ്മിലൊരു യൂണിയൻ എന്നും പറയാം. സോ നിങ്ങൾക്കൊരു കോൾ വരും എന്നും പറയുന്നുണ്ട്. ഓക്കെ, സോ ഐ തിങ്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ച ആൾക്കാർക്ക് വളരെ പോസിറ്റീവായിട്ട് നല്ല ആൻസേഴ്സ് ആണ് കിട്ടിയത് നമുക്കിവിടെ. സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാം. ഓക്കെ, okay, let's see. Okay, സെക്കൻഡ് ക്വസ്റ്റ്യൻ നിങ്ങൾ പോസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ മൈൻഡിൽ കൊണ്ടുവന്നോളൂ, വേണമെങ്കിൽ ഞാൻ ചോദിക്കുന്നു. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ വ്യൂവേഴ്സിൻ്റെ മൈൻഡിൽ എന്ത് ചോദ്യമാണോ അവരുടെ പേഴ്സണിനെ കുറിച്ച്, റിലേഷൻഷിപ്പിനെ കുറിച്ച്, അങ്ങനെ അവർക്കൊരു ആൻസർ എന്തെങ്കിലും ഒന്ന് യൂണിവേഴ്സ് എന്താ പറയുന്നത്. ഓക്കെ, വ്യൂവേഴ്സിൻ്റെ മൈൻഡിലെ ക്വസ്റ്റ്യൻ പിക്ക് ചെയ്തിട്ട് അവർക്കൊരു ആൻസർ. ഓക്കെ, ഒരു പോസിബിളി നോയിലേക്കാണ് പോകുന്നത്. പോസിബിലിയിലേക്കായിരുന്നു പോയത്, അത് പിന്നെ മാറിയിട്ട് ഇപ്പോൾ ഒരു നോയിൻ്റെ അതിലേക്ക് കൂടി പോകുന്നുണ്ട്. ഓക്കെ, സോ ക്ലിയർ നോ അല്ല, ഒരു ലൈക്ക് രണ്ടിൻ്റെയും നടുവിലായിട്ട് എനിക്ക് പറയാൻ പറ്റുള്ളൂ, കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും ഇതാവുന്നുണ്ട്. ഓക്കെ, പോസിബിളി ആയിരുന്നു ആദ്യം വന്ന്, ആൻഡ് അത് കഴിഞ്ഞിട്ട് നോയിലേക്കാണ് പോയിന്റ്. ഇത് ഇങ്ങനെ ചെയ്തു. ഓക്കെ, സോ പോസിബിളി നോ. നിങ്ങളുടെ ക്വസ്റ്റ്യൻ എന്താണോ നിങ്ങൾ ചോദിച്ചത്, ഇവിടെ നിങ്ങൾ നെഗറ്റീവ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നന്നായി. തേർഡ് പാർട്ടി ഉണ്ടോ എന്നാണെങ്കിൽ നോ ആണ്, സമാധാനം. ഓക്കെ, പക്ഷേ ഇപ്പോൾ പേഴ്സൺ കമ്മിറ്റ്മെൻറ്റ് തരുമോ, നിങ്ങളുടെ മാരേജ് നടക്കുമോ, അങ്ങനത്തെ വല്ല ക്വസ്റ്റ്യൻസ് ഒക്കെ ആണെങ്കിൽ ഒരു പോസിബിളിയും ഉണ്ട്, അതായത് നടക്കാൻ സാധ്യതയുണ്ട്, പക്ഷേ കൂടുതലും നോ എന്നേക്കും പോയി. ഓക്കെ, സോ ഐ ഹോപ്പ് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ ക്വസ്റ്റ്യൻ വെച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കുക, എന്തുകൊണ്ടാണ് അത് നോ എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഓക്കെ, വേറെ എന്തായിരിക്കും സിറ്റുവേഷൻ, പല സിറ്റുവേഷനും ആവാം. നിങ്ങൾ എന്താ ക്വസ്റ്റ്യൻ ചോദിച്ചത് എന്തും ആവാം അല്ലേ. തേർഡ് പാർട്ടി ഉണ്ടോ, അല്ലെങ്കിൽ അവർ എന്നെ വിട്ടുപോവോ എന്നൊക്കെ ആണെങ്കിൽ നോ ആണ്. സോ വെരി ഗുഡ്, അങ്ങനെയാണെങ്കിൽ വളരെ സന്തോഷം. പോസിറ്റീവായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇപ്പോൾ നിങ്ങൾ ലൈക്ക് പേഴ്സൺ ഇപ്പോൾ മാരേജ് ഇപ്പോൾ അടുത്ത ആഴ്ച നടക്കുമോ അങ്ങനെയാണ് ചോദിച്ചതെങ്കിൽ നോ, പോസിബിളി നോ ആണ്. അപ്പോൾ പക്ഷെ അത് പിന്നീട് നടക്കാനുള്ള സാധ്യതയുണ്ട് അല്ലേ. സോ അങ്ങനെയും പറയാം. ഐ ഹോപ്പ് എനിവേ നമുക്ക് ഇതിൽ നിന്ന് കുറച്ച് ക്ലാരിറ്റി എടുക്കാം. നമുക്ക് ബുക്കിൽ നിന്ന് കുറച്ച് ആൻസേഴ്സ് കൂടി നോക്കാം. ഓക്കെ, ലെറ്റ്സ് സീ. നിങ്ങളുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ്റെ ആൻസറായിട്ട് യൂണിവേഴ്സ് എന്താ തരുന്നത് നോക്കാം. ഓക്കെ, ഇവിടെ ഒരു എൻ വന്നിട്ടുണ്ട്. എന്താ ഇത്തവണ എന്ന, ഞാൻ ആദ്യമായിട്ടാണ് അതിൽ എനിക്ക് ലെറ്റേഴ്സ് ഇങ്ങനെ വരുന്നത്. ദ ലെറ്റർ യു ഹാവ് ചോസൺ ഇസ് എൻ. ദ കോൺസെൻട്രേറ്റ് ഓൺ ദ ഹിയർ ആൻഡ് നൗ ഇൻസ്റ്റെഡ്. ഓക്കെ ഓക്കെ ഓക്കെ, നിങ്ങൾക്കൊരു ആ നോ ആൻസറിനൊരു ഗൈഡൻസ് ആയിട്ട് ഇവിടെ പറയുന്നുണ്ട്. എൻ വരുന്നുണ്ട്. നിങ്ങളുടെ പേരിലോ പേഴ്സൻ്റെ പേരിലോ അതിലെവിടെ വേണമെങ്കിലും ആവാം, ലൈക്ക് ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം എവിടെ വേണമെങ്കിലും. ഓക്കെ, എൻ എന്ന ലെറ്റർ ഉണ്ടാവാം. ഓക്കെ, ഇല്ലാത്തവർക്കും ഇത് ബാധകം തന്നെയാണ്. ഓക്കെ, പക്ഷെ എന്നുള്ളവർക്ക് പ്രത്യേകിച്ചും നിങ്ങൾക്കിത്
നിങ്ങളുടെ മെസ്സേജ് ആയിട്ട് എടുക്കാം. ഓക്കെ, കോൺസെൻട്രേറ്റ് ഓൺ ദി ഹിയർ ആൻഡ് നൗ ഇൻസ്റ്റെഡ് എന്നാണ് പറയുന്നത്. അതായത് നിങ്ങൾ ഈ ചോദിച്ച കാര്യം, ഓക്കെ, അതവിടെ നോ ആണ്, ഓക്കെ, പക്ഷെ അതിനെക്കുറിച്ച് നിങ്ങൾ അധികം ചിന്തിക്കേണ്ട എന്നാണ് പറയുന്നത്. ഓക്കെ, ആ സിറ്റുവേഷൻ, നിങ്ങൾ ആ സിറ്റുവേഷൻ എന്താണോ അല്ലെങ്കിൽ അവിടെ കാര്യങ്ങൾ എന്താണോ അതിനെക്കുറിച്ചൊന്നും നിങ്ങൾ ചിന്തിക്കാതിരിക്കുക. നിങ്ങൾ ഇപ്പോഴത്തെ സിറ്റുവേഷൻ, ജസ്റ്റ് ഇപ്പോഴത്തെ മൊമെന്റ്, ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ നിങ്ങളോട് കോൺടാക്ട് ഉണ്ട്, സംസാരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ എന്ത് തന്നെ ആയിക്കോട്ടെ, ഓക്കെ, അല്ല അപ്പോൾ നിങ്ങൾ ബ്ലോക്ക് ആണെങ്കിലും ശരി, എന്താണെങ്കിലും ശരി, അങ്ങനെയൊക്കെ ആണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ലൈഫ് എൻജോയ് ചെയ്യുക. ഓക്കെ, നിങ്ങൾ നിങ്ങളുടെ കാര്യത്തിലേക്ക് കോൺസെൻട്രേഷൻ കൊടുക്കുക. പേഴ്സൺ സംസാരിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ മൊമെന്റിനെ കുറിച്ച് മാത്രം നിങ്ങൾ ചിന്തിച്ചാൽ മതി. ഫ്യൂച്ചർ എന്താവും എന്നൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട. ഓക്കെ, അല്ലെങ്കിൽ നാളേക്ക് എന്താവും, മറ്റന്നാൾ എന്താവും, അങ്ങനെ ചിന്തിച്ച് നിങ്ങൾ വെറുതെ വേസ്റ്റ് ചെയ്യേണ്ട. ഓക്കെ, ഇപ്പോഴത്തെ മൊമെന്റ് നിങ്ങൾ എൻജോയ് ചെയ്യുക എന്നാണ് പറയുന്നത്. ഓക്കെ, ആ നോ വന്നതിനെ കുറിച്ചോ നോ ആയിപ്പോയാലോ, ഇനി എന്നെ ചൂസ് ചെയ്തില്ലെങ്കിലോ, എന്നെ മാരേജ് ചെയ്തില്ലെങ്കിലോ, കമ്മിറ്റ്മെന്റ് തന്നില്ലെങ്കിലോ, എന്ത് തന്നെ ആയാലും ശരി, കൂടുതൽ നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോകണ്ട. ഓക്കെ, വിട്ടേക്കാം. ഓക്കെ, നിങ്ങളോട് പറയുന്നത് ഇപ്പോഴത്തെ മൊമെന്റ് നിങ്ങൾ എൻജോയ് ചെയ്യൂ എന്നാണ് പറയുന്നത്. അവർ കൂടെ ഉണ്ടെങ്കിൽ ശരി, ഇല്ലെങ്കിലും നിങ്ങൾ നിങ്ങളുടെ കാര്യത്തിൽ എൻജോയ് ചെയ്യാം. ഓക്കെ, പ്രസന്റ് മൊമെന്റിലിരിക്കുക. ഓക്കെ, വേറെ ആൻസർ കൂടി. നമ്പർ 5, സജസ്റ്റ് ദെയർ വിൽ ബി കോൺസിക്വൻസസ്. ഓക്കെ, ഇവിടെ കുറച്ചൊരു നെഗറ്റീവ് സൈഡിലേക്കാണ് പോകുന്ന ആൻസേഴ്സും. ഇവിടെ നിങ്ങളുടെ കാര്യത്തിൽ 5 എന്ന നമ്പർ നിങ്ങൾക്ക് സിഗ്നിഫിക്കൻ്റ് ആയിരിക്കാം. നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത്, പേഴ്സൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത്, അല്ലെങ്കിൽ നിങ്ങളുടെ എന്തെങ്കിലും ഞാൻ പറഞ്ഞ പോലെ ഫോൺ നമ്പറിൽ കൂടുതൽ 5 ഉണ്ടാവാം. ഓക്കെ, അങ്ങനെ പറയാം. ഓക്കെ, അത്രേ ഉള്ളൂ. അല്ലാതെ മീൻസ് 5 എല്ലാവരിലും ഉണ്ടാവും, ബട്ട് മേ ബി കൂടുതൽ 5s ഉണ്ടാവാം, അങ്ങനെ വലുതും അങ്ങനെയൊക്കെ ആവാം. അല്ലെങ്കിൽ നിങ്ങൾ മീറ്റ് ചെയ്ത ഡേറ്റ്, അങ്ങനത്തെ വല്ല കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ ഇവിടെ പറയുന്നത് ദർ വിൽ ബി കോൺസിക്വൻസസ് എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ, ലൈക്ക് സിറ്റുവേഷൻസ്, ഇപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായി, ഫൈറ്റ് ഉണ്ടായി, അപ്പോൾ അതിൻ്റെയൊക്കെ അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞ ചില വാക്കുകൾ, ഓക്കെ, നിങ്ങൾ പറഞ്ഞ ചില കാര്യങ്ങളായിരിക്കും, അല്ലെങ്കിൽ പേഴ്സൺ നിങ്ങളെ പറഞ്ഞ വല്ല കാര്യങ്ങളായിരിക്കും, അതിൻ്റെയൊക്കെ ഒരു കോൺസിക്വൻസസ് ഉണ്ടാവും എന്നാണ് പറയുന്നത്. എങ്ങനെ ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് തരാമെന്ന് ആലോചിക്കുകയാണ് ഞാൻ. നമ്മൾ ചെയ്യുന്നതിൻ്റെ എല്ലാത്തിൻ്റെയും ഒരു ഫലം ഉണ്ടാവും എന്ന് പറയില്ലേ, പക്ഷെ ഇതിവിടെ നെഗറ്റീവായിട്ടാണ് പറയുന്നത്. അതായത് കർമ്മഫലം എന്ന രീതിക്ക് പറയാം, ഓക്കെ, അല്ലെങ്കിൽ എന്തെങ്കിലും റോങ് ആയിട്ട് നടക്കുന്ന തരത്തിലാണ് ഇവിടെ പറയുന്നത്. എങ്ങനെയപ്പോൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാമെന്ന് ആലോചിക്കുകയാണ്. കോൺസിക്വൻസസ് എന്ന് പറഞ്ഞാൽ എന്താ പറയുക, അനുഭവിക്കേണ്ടി വരും എന്ന് പറയുന്നു ഷോർട്ടായിട്ട്. ബട്ട് അങ്ങനെയല്ല, അനുഭവിക്കേണ്ടി വരും എന്ന് പറയുമ്പോൾ അതിൻ്റെ എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടാവും, എന്തെങ്കിലും പ്രശ്നങ്ങൾ വരും എന്ന രീതിക്ക് എടുക്കാം. അപ്പോൾ നമുക്ക് ഓക്കെ, എന്തോ ഒരു പ്രശ്നം വരുന്ന പോലെയാണ് ഇപ്പോൾ ഇവിടെ എനിക്ക് നിങ്ങളുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ ചോദിച്ച അതിൻ്റെ ആൻസറിന് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, ദർ വിൽ ബി കോൺസിക്വൻസസ്. ചെയ്തതിൻ്റെ ഫലം, അതും റോങ് ഫലം എന്നാണ് ഇവിടെ. ഓക്കെ, അതായത് കുറച്ച് വേദനിപ്പിക്കുന്ന കാര്യങ്ങൾ നടക്കാനുള്ള സാധ്യതയാണ്. ഓക്കെ, ലെറ്റ്സ് സീ. ഒരു ആൻസർ കൂടി നോക്കാം. ദ ജിപ്സി സീസ് ആൻ ഇമേജ് ഓഫ് എ റേക്ക്, യു വിൽ ഗെറ്റ് വാട്ട് യു നീഡ്. ഓക്കെ, നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, നിങ്ങൾക്ക് എന്താണോ ആഗ്രഹം, ലൈക്ക് ഈ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ തന്നെ, ഓക്കെ, നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് നിങ്ങൾക്ക് കിട്ടും. മേ ബി പക്ഷേ അതിന് സമയമെടുക്കുമായിരിക്കും. ഓക്കെ, അതിനു മുമ്പ് നിങ്ങൾ ചില കാര്യങ്ങൾ ഗോ ത്രൂ ചെയ്യേണ്ടി വന്നേക്കാം. ഓക്കെ, വേറെന്തായിരുന്നു പറഞ്ഞത്, നമ്മൾ മറന്നുപോയി ഞാൻ ഒരു കാര്യം പറഞ്ഞത്. എന്തായാലും ചില നിങ്ങൾ ചെയ്യുന്നതിൻ്റെ റിസൾട്ട്സ് ഉണ്ടാവും എന്ന് പറഞ്ഞല്ലോ. ഓക്കെ, അത് അനുഭവിച്ച ശേഷം മേ ബി കുറച്ച് കഴിയുമ്പോൾ കാര്യങ്ങൾ ബെറ്റർ ആവും എന്ന രീതിക്ക് നമുക്ക് എടുക്കാം. ഓക്കെ, നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾക്ക് കിട്ടും, പക്ഷെ അതിന് മുമ്പ് ലേശം വിഷമങ്ങളോ സങ്കടങ്ങളോ വരാനുള്ള സാധ്യതയുമാണ്. ഒരു ഇതുകൂടി എടുക്കാം. സജിറ്റേറിയസ് ഉണ്ട് ഇവിടെ. ദ ആർച്ചർ പോയിന്റ്സ് ടുവേർഡ്സ് ആൻ ഓസ്പീഷ്യസ് എൻഡിങ്. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, ഇപ്പോൾ ഇവിടെ പറഞ്ഞു വന്നത് നിങ്ങൾ തമ്മിൽ ചെറിയ ഇഷ്യൂസ് ഉണ്ടാവാനുള്ള സാധ്യതയാണ്. ഓക്കെ, നിങ്ങളുടെ പേഴ്സണുമായിട്ട് ഓക്കെ കുറച്ച് ഇഷ്യൂസ് ഉണ്ടാവും, പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യതയാണ്. മേ ബി ഇപ്പോൾ ഓൾറെഡി നിങ്ങൾ എന്തെങ്കിലും ഇഷ്യൂസ് നടക്കുന്നുണ്ടാവാം. ഓക്കെ, അപ്പം നിങ്ങൾ പരസ്പരം പറയുന്ന കാര്യങ്ങളിൽ അതിൻ്റെ ചില ആഫ്റ്റർ എഫക്ട്സ് ഉണ്ടാവുകയും ചെയ്യും. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, കോൺസിക്വൻസസ് ഉണ്ടാവുന്ന. ഓക്കെ, നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ദേഷ്യത്തിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഓക്കെ അതിൻ്റെ കുറച്ച് പ്രശ്നങ്ങൾ വരും. ഓക്കെ, ബട്ട് അത് കഴിഞ്ഞ് അവിടെ ഫൈനലി പറയുന്നത് ലാസ്റ്റിലേക്ക് സിറ്റുവേഷൻ ബെറ്റർ ആയിട്ട് വരും. അതാണ് ഞാൻ പറഞ്ഞത് പോസിബിളി നോ എന്ന് പറഞ്ഞത്. ഓക്കെ, മേ ബി ഇപ്പോഴേക്ക് നോ ആയിരിക്കും, ബട്ട് പിന്നീട് അത് ബെറ്റർ ആവാനുള്ള സാധ്യതയുമാണ് എന്നാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ സിറ്റുവേഷൻ പിന്നീട് ചിലപ്പോൾ ബെറ്റർ ആവും. ഓക്കെ, ബട്ട് ഇവിടെ ആൻഡ് പോയിന്റിങ് ടു ദ ഓസ്പീഷ്യസ് എൻഡിങ്. ഓസ്പീഷ്യസ് എന്ന് പറഞ്ഞാൽ നല്ലത് എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പം നല്ലൊരു എൻഡിങ്ങിലേക്ക് എത്തും എന്നാണ് പറയുന്നത്. സോ ഇപ്പോൾ ലേശം പ്രശ്നങ്ങളുണ്ട്, നിങ്ങൾക്ക് വേണ്ടത് കിട്ടും എന്നും പറഞ്ഞു അല്ലേ, നിങ്ങൾക്ക് വേണ്ടത് കിട്ടും എന്നും പറഞ്ഞിട്ടുണ്ട്. അതിന് അവിടേക്ക് എത്തും നിങ്ങൾ. ഓക്കെ, നിങ്ങൾക്ക് ആഗ്രഹമുള്ളത് കിട്ടും, പക്ഷെ അതിന് ലേശം ഇടയിൽ കുറച്ച് പ്രശ്നങ്ങൾ തടസ്സങ്ങൾ വരാനുള്ള സാധ്യത, അങ്ങനെ എടുത്താൽ മതി.
ഓക്കെ, സോ ഐ തിങ്ക് മതി അല്ലേ, നമുക്ക് ഈ പൈലിനും ഈ ക്വസ്റ്റിനും അത് മതി. ഞാനിത് എനിക്ക് ഓക്കെ, അപ്പോൾ എനിക്കിപ്പോൾ ഓർമ്മ കിട്ടി. ഓക്കെ, സെക്കൻഡ് ഇതിന് പറഞ്ഞത് ലൈക്ക് നിങ്ങളോട് ആദ്യം പറഞ്ഞത് ഫ്യൂച്ചർ എന്താവും ഇപ്പം നിങ്ങൾ ചിന്തിക്കേണ്ട എന്നാണ് പറഞ്ഞത്. ഓക്കെ, ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണോ തൽക്കാലം അതിനെ ഹാൻഡിൽ ചെയ്യുക. ഓക്കെ, ആൻഡ് ഇപ്പോഴത്തെ മൊമെന്റിനെ നിങ്ങൾ എൻജോയ് ചെയ്യുക എന്ന രീതിക്കാണ് പറഞ്ഞത്. ഓക്കെ, ആൻഡ് നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾക്ക് കിട്ടും, ഫ്യൂച്ചറിലേക്ക് നിങ്ങൾക്ക് വേണ്ടത് കിട്ടും എന്നും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, കുറച്ച് എഫേർട്സ്, കുറച്ച് ബുദ്ധിമുട്ടുകളുടെ ഇടയിൽ ഉണ്ടാവും, തടസ്സങ്ങളുടെ ഇടയിൽ ഉണ്ടാവും. അതുപോലെ നിങ്ങളോട് പറഞ്ഞു നിങ്ങൾ കുറച്ച് കോൺസിക്വൻസസ് അനുഭവിക്കേണ്ടി വരും എന്നും പറഞ്ഞു. ഓക്കെ, എന്തെങ്കിലും ഇപ്പോൾ ഫൈറ്റ് ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ഓക്കെ കുറച്ച് വിഷമവും വേദനയൊക്കെ നിങ്ങൾ അനുഭവിക്കേണ്ടി വരും. ഓക്കെ, അത് ഐ തിങ്ക് നിങ്ങൾ എന്തെങ്കിലും ഫൈറ്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ പരസ്പരം അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്തെങ്കിലും പറഞ്ഞ കാര്യങ്ങളെ ബേസ് ചെയ്തിട്ടായിരിക്കാം. ഓക്കെ, അതിൻ്റെ കുറച്ച് വിഷമങ്ങളും വേദനകളും ഒക്കെ വരും, ചില സെപ്പറേഷനോ നോ കോൺടാക്റ്റോ ഒക്കെ വരാനുള്ള സാധ്യതയാണ്. പക്ഷെ ഫൈനലി നിങ്ങൾക്ക് യൂണിവേഴ്സ് നിങ്ങൾക്ക് നല്ല റിസൾട്ട് തരും ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സോ പോസിറ്റീവായിട്ട് തന്നെ ഇരിക്കുക നിങ്ങൾ. ഓക്കെ, ആൻഡ് ഫ്യൂച്ചർ എന്താവും എന്ന് നിങ്ങൾ ചിന്തിക്കേണ്ട. ഇപ്പം ചില ഫൈറ്റ് വരുന്നുണ്ടെങ്കിൽ തന്നെ അതും എപ്പോഴും ഞാൻ പറയാറുണ്ട്, എന്തെങ്കിലും അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നിട്ടുണ്ടെങ്കിൽ അത് ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് കുറച്ചുകൂടി ബെറ്റർ ആക്കാൻ വേണ്ടി കൂടി ആയിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ അത് എന്തെങ്കിലുമൊക്കെ ക്ലിയർ ചെയ്യാനുള്ളതായിരിക്കാം. സോ അങ്ങനെ വരുന്നതും നമുക്കൊന്നും തടയാൻ പറ്റില്ല, അങ്ങനെ വരട്ടെ. ഓക്കെ, വിരോധമില്ല. അപ്പോൾ പക്ഷേ ഇപ്പോൾ ഉള്ളതിനെ നിങ്ങൾ ഹാൻഡിൽ ചെയ്ത് പോവുക. ഓക്കെ, പക്ഷെ സൂക്ഷിച്ച് ഹാൻഡിൽ ചെയ്യുക. നിങ്ങളുടെ ഭാഗത്തുനിന്ന് നിങ്ങൾ അധികം മിസ്റ്റേക്സ് ചെയ്യാതെ നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, എനിവേ എല്ലാവരും പോസിറ്റീവായിട്ടിരിക്കുക. നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.